യേശയ്യ 11-ാം അധ്യായം. നീതിനിഷ്ഠനായ രാജാവ്. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തുവരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവികൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻ കുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിനൊത്ത് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണിലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. പ്രവാസികൾ തിരിച്ചു വരും. അന്ന് ജെസ്സയുടെ വേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അവൻ്റെ ഭവനം മഹത്വപൂർണമായിരിക്കും. അന്ന് അസീറിയ, ഈജിപ്ത്, പത്രോസ്, എത്യോപ്യ, ഏലാം, ഷീനാർ, ഹാമാത്ത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് 2-ാം പ്രാവശ്യം കൈനീട്ടും. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. എഫ്രായിമിൻ്റെ അസൂയ നീങ്ങുകയും യൂദായെ പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായിം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനെ അലട്ടുകയോ ഇല്ല. അവർ പടിഞ്ഞാറുള്ള ഫിലിസ്ത്യരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും. എദോമിനും മോവാബിനും എതിരായി അവർ കരമുയർത്തും. അമ്മോന്യർ അവർക്ക് കീഴടങ്ങും. കർത്താവ് ഈജിപ്തിലെ കടലിടുക്കനെ പൂർണ്ണമായി നശിപ്പിക്കും. നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും. കാല് നനയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് 7 തോടുകളായി പിരിക്കും. ഈജിപ്തിൽ നിന്ന് പോന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസിറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും.